Hello friends, welcome back to another beautiful day in Scotland. കുഞ്ഞൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ റോഡ് ട്രിപ്പ് ആയതുകൊണ്ട് പല്ലേക്കലും ഒരുങ്ങലും എല്ലാം വണ്ടിക്കകത്ത് തന്നെയാണ്. ഇന്ന് കുറച്ച് സംഭവ ബഹുലമായൊരു ദിവസം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമ്മൾ കുറച്ചധികം ഏരിയാസ് ഇന്ന് കവർ ചെയ്തായിരുന്നു കേട്ടോ. ഇതിന്റെ തലേ ദിവസം ചെയ്ത ബെൻ നെവിസ് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹൈക്കിന്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഹൈക്ക് കഴിഞ്ഞ് സ്ട്രെയിറ്റ് നമ്മൾ ഐ ലവ് സ്കൈയിലേക്ക് ഡ്രൈവ് ചെയ്യായിരുന്നു കേട്ടോ ചെയ്തത്. അപ്പം നെക്സ്റ്റ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ ലവ് സ്കൈല. ഇന്നലെ രാത്രി നമ്മൾ ഇവിടെ തന്നെയായിരുന്നു ക്യാമ്പ് ചെയ്തത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഡൺവീഗൻ ക്യാസിൽ എന്ന് പറഞ്ഞൊരു ക്യാസിലിന്റെ അടുത്തായിരുന്നു. നമ്മൾ അകത്തേക്ക് കയറിയില്ലായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് നീസ് പോയിന്റ് എന്ന് പറഞ്ഞൊരു പോയിന്റിലേക്കാണ് പോയത്. നീസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഡ്രാമാറ്റിക് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ഹൗസ് ആണ്. ഈ ലൈറ്റ് ഹൗസ് 1909 പണി തീർത്തതാണ് കേട്ടോ. ഭയങ്കര ഐ ക്യാപ്ചറിങ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലിഫ്സിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ലൈറ്റ് ഹൗസ് ആയതുകൊണ്ടാണ് ഇത് ഇത്ര ഫേമസ് ആയിട്ടുള്ളത്. കാർ പാർക്കിംഗ് ഫ്രീ ആണ്. പാർക്കിങ്ങിന്റെ അവിടെ നിന്ന് ഇറങ്ങി ഒരു 1.5 മൈൽ, ഒരു 3 കിലോമീറ്ററോളം വരുന്ന 45 മിനിറ്റ് തൊട്ട് 60 മിനിറ്റ് വരെ റൗണ്ട് ട്രിപ്പ് വരുന്നൊരു വോക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ കാണുന്നതാണ് വോക്ക്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു വോക്കാണ് കേട്ടോ. അപ്പൊ ഐ ലവ് സ്കൈ നമ്മൾ ഇങ്ങനെ പോകാനായിട്ട് എന്തെങ്കിലും റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ റെക്കമെൻഡഡ് ആയിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ആണിത്. ആരോ ഇവിടെ സ്വർണം കൊണ്ടുവന്ന് ചുരുക്കി പോയി ഗൈസ്. കുറെ നേരം ഇട്ട് ഇത് ഇളക്കാൻ ഞാൻ നോക്കുക, പക്ഷെ ഇളകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് വ്യൂ ആയിട്ടുള്ളൊരു ഷോർട്സ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. വാൻ ലൈഫൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ റോഡ് ട്രിപ്പൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ. അതിൻ്റെ 2 സൈഡ്സ് ഉണ്ട്. ഒരു കണക്കിന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും, ഓരോ ദിവസം ഓരോ സ്ഥലത്ത് കിടന്നുറങ്ങുന്നു. ബട്ട് ഓൺ ദ അതർ സൈഡ്, ഇഫ് ഞാനാ പോകുന്നെങ്കിൽ അത്രയും കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ളൊരു സ്പേസിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഡെയിലി ലൈഫ് കൊണ്ടുപോകുക എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഐ ലവ് സ്കൈയിലെ കോയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഹൈക്ക് തന്നെ. നമുക്ക് ഹൈക്കിന് പോകണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ബെൻ നെവിസ് കഴിഞ്ഞിറങ്ങിയതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ പഞ്ചറായിട്ടിരിക്കുകയായിരുന്നു. നമ്മളൊരു വലിയ ഹൈക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ബോഡിക്ക് ഒരു റെസ്റ്റ് കൊടുത്ത് റിക്കവർ ചെയ്യാനുള്ള ടൈം കൊടുത്താലേ നമുക്ക് അടുത്ത ദിവസം അത്യാവശ്യം വലിയൊരു ഹൈക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മളിനി വലിയ ഹൈക്കുകളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്നാലും ഇതിന്റെ എൻഡ് ഓഫ് ദ ഡേയിൽ നമുക്ക് വേറൊരു ചെറിയ ഹൈക്കൂടെ ചെറുതല്ല, എന്നാലും ഒരു ഹൈക്കൂടെ ചെയ്യണമെന്ന് പ്ലാൻ നമ്മുടെ മൈൻഡിലുണ്ട്. നമ്മുടെ വണ്ടി കടന്നു പോകുന്ന വഴികളൊക്കെ ഒന്ന് നോക്കിക്കേ, എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ കാണാനായിട്ട്. നമ്മളിപ്പോൾ ഐ ലവ് സ്കൈയിൽ കൊയറിംഗ് എന്ന് പറഞ്ഞുള്ളൊരു സ്ഥലത്ത് ആ ഒരു ഹൈക്ക് കയറാനായിട്ട് വന്നായിരുന്നു. പക്ഷേ എനിക്ക് കഴിഞ്ഞ ദിവസം വലിയൊരു ഹൈക്ക് കഴിഞ്ഞതുകൊണ്ട് ഇന്നിപ്പോൾ അത് കയറാനായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ ഇവിടുത്തെ ഒരു ലോക്കൽ ഷോപ്പിൻ്റെ അവിടെ കൊണ്ട് നിർത്തി വെച്ചേക്കാം കേട്ടോ. എന്തെങ്കിലും ഹോട്ട് ഡ്രിങ്ക്സോ ഫുഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഷോപ്പുകളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി കേട്ടോ, ചെറിയ ചെറിയ ഷോപ്പുകളായതുകൊണ്ട്. കോഫിയാണ് കേട്ടോ വാങ്ങിച്ചത്, ഫ്ലാറ്റ് വൈറ്റ്. നമ്മൾ ഈ കൊയറിംഗ് എന്ന് പറഞ്ഞ ലൊക്കേഷൻ്റെ സൈഡിലുള്ള റോഡിൽ കൂടെ 1-2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഡ്രൈവ് ചെയ്തായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഹൈക്കൊന്ന് ചെയ്യണമെന്ന് വല്ലാത്ത ആഗ്രഹം മനസ്സിലുണ്ട്, പക്ഷെ ബോഡി അതിനെ അനുവദിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു സ്റ്റേറ്റിൽ കുറച്ച് നേരം സ്റ്റക്കപ്പായി അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്ത് ആ വിഷമം അങ്ങോട്ട് മാറ്റി.
അങ്ങനെ നീണ്ട നേരത്തെ തേരാപ്പാര ഡ്രൈവിങ്ങിന് ശേഷം നമ്മൾ കൊയറിങ്ങിൻ്റെ ലൊക്കേഷനിൽ നിന്ന് വിട്ടിട്ടു. അടുത്ത് നമ്മളിനി മെൽറ്റിംഗ് വാട്ടർഫോൾ എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർഫോൾ കാണാനായിട്ട് പോയിന്റ്. പോകുന്ന വഴിക്ക് വീടുകളും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മലയൊക്കെ കാണുമ്പോൾ എല്ലാം കൂടെ അങ്ങ് വാരിക്കെട്ടി തിരിച്ച് കൊണ്ടുപോയാലാന്ന് തോന്നിപ്പോവും. ഇതിപ്പോൾ ഇങ്ങനത്തെ റോഡ് ട്രിപ്പൊക്കെ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ഞാൻ പറയണ അതിൻ്റെ വികാരം കുറച്ചൊക്കെ മനസ്സിലാവുണ്ടാവും. നമ്മളിവിടെ UK എവിടെയെങ്കിലും വിസിറ്റ് ചെയ്യാനൊക്കെ പോകുമ്പോൾ അക്കോമഡേഷനൊക്കെ എവിടെയെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അറിയാവുന്ന കാര്യമാണ്, കറക്റ്റ് സമയത്ത് ചെക്ക് ഇൻ ചെയ്യണം, ചെക്ക് ഔട്ട് ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ വറീസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ ആ മെൽറ്റിംഗ് വാട്ടർഫോളിൻ്റെ ലൊക്കേഷനിലെത്തിയിട്ടോ കിൽറ്റ് റോക്ക് വ്യൂ പോയിന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ മെൽറ്റിംഗ് വാട്ടർഫോൾ കണ്ടാലോ. ഇവിടെ തന്നെ ഉണ്ടോ? ഇവിടെയും വെയിൽസ് ആൻഡ് ഡോൾഫിൻസിനെയൊക്കെ ലൊക്കേറ്റ് ചെയ്യാറുണ്ടെന്നൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളെന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ ഇൻഫോം ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത്ര ദൂരേക്ക് നോക്കുമ്പോൾ വെയിൽസിനെയും ഡോൾഫിനെയും കാണാൻ ഇത്ര കാഴ്ച എൻ്റെ കണ്ണിനില്ല. ഇവിടെ വേറൊരു വെറൈറ്റി സൈറ്റ് ആണ് കേട്ടോ, വെള്ളത്തിൻ്റെ അക്കരെ മലകളും കുന്നുകളും. സ്കോട്ട്ലൻഡിൽ എവിടെ ചെന്നാലും, പ്രത്യേകിച്ച് ഹൈലൻഡ്സിലേക്ക് കയറി കഴിഞ്ഞിട്ട് എവിടെ ചെന്നാലും കുന്നും മലയും ഇട്ടിട്ട് ഒരു കളിയില്ല. പക്ഷേ ഈ വെള്ളത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വരച്ച് വെച്ച പോലത്തെ മലയുണ്ടല്ലോ, ഒന്നും പറയാനില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എക്സ്പ്രഷൻസ് ഒക്കെ കൊടുക്കുന്നത് ലേശം കൂടുതലാണെന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ ഈ എക്സ്പ്രഷൻസ് ഒക്കെ കേട്ടിട്ടെങ്കിലും ആർക്കെങ്കിലും ഒക്കെ സ്കോട്ട്ലൻഡ് റോഡ് ട്രിപ്പ് ഒന്ന് ചെയ്യണമെന്നൊക്കെ തോന്നിയാൽ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ അങ്ങോട്ട് ആയിക്കോട്ടെ എന്നും കൂടെ വിചാരിച്ചിട്ടുണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി എക്സ്ട്രാ ആയിട്ട് എക്സ്പ്രഷൻസ് ഇടുന്നത്. ബട്ട് വൺസ് വെൻ യു ഡു ഇറ്റ്, നത്തിങ് ഈസ് എക്സ്ട്രാ, എവറിത്തിങ് ഈസ് നാച്ചുറൽ. നമ്മൾ കണ്ടുകഴിയുമ്പം ഒരു വാവ് തോന്നുന്ന സ്ഥലമാണ് ഇതെല്ലാം. നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു ഹൈക്കിങ്ങിന് പോകാൻ പ്ലാൻ ഇടുന്നു എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ആ ഹൈക്കിംഗ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഹൈക്കിങ്ങിന് പോകുന്നതിന് മുമ്പേ അത്യാവശ്യം തളർന്നിട്ടുണ്ട് നമ്മൾ. പക്ഷെ ഇതങ്ങനെ വലിയ ഹെവി ആയിട്ടുള്ളൊരു ഹൈക്കിംഗ് സ്പോട്ട് അല്ല. പിന്നെ ഇവിടത്തേക്ക് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിലുണ്ട്. ആ ട്രെയിലിൽ കൂടെ മാത്രമേ നമുക്ക് നടക്കാൻ പാടുള്ളൂ. അയ്യോ, സ്പോട്ടിന്റെ പേര് പറഞ്ഞില്ല. ഓൾഡ് മാൻ ഓഫ് സ്റ്റോർ. അത് ഈ ഐ ലവ് സ്കൈയുടെ തന്നെ ഒരു മുഖമുദ്ര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ഈ ഓൾഡ് മാൻ ഓഫ് സ്റ്റോർ എന്ന് പറഞ്ഞ സ്പോട്ട്. അപ്പോൾ ഈ ഓൾഡ് മാൻ ഓഫ് സ്റ്റോറിലുള്ള ഹൈക്കിംഗ് ട്രെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഹൈക്കിംഗ് ട്രെയിലാണ്. ഒരു 3.8 to 5.5 കിലോമീറ്റേഴ്സ് വരുന്ന 1.5 തൊട്ട് 2 മണിക്കൂർ റൗണ്ട് ദ ട്രിപ്പ് എടുക്കുന്ന ഒരു ഹൈക്കിംഗ് ട്രെയിൽ. അത്യാവശ്യം എല്ലാവർക്കും തന്നെ ഹൈക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഹൈക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ വന്നപ്പം വിഷമമായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രോണും ഒക്കെ ആയിട്ടായിരുന്നു വന്നത്. പക്ഷേ ഈ ടൈമിൽ നമുക്ക് ഡ്രോൺ പറത്താൻ പറ്റില്ല. കാരണം അവർ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ സമ്മറിന്റെ സ്റ്റാർട്ടിങ് ടൈം ഒക്കെ ആയിരുന്നുകൊണ്ട് കുറെ ബേർഡ്സിന്റെ ഒക്കെ നെസ്റ്റിംഗ് ടൈം ഒക്കെയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഡ്രോൺ പറത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിസ്റ്റർബൻസ് ആകുന്ന പറഞ്ഞാൽ നമ്മൾ. അപ്പോൾ നമ്മുടെ ഓൾഡ് മാൻ ഓഫ് സ്റ്റോർ ഹൈക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു പോകട്ടോ. നമ്മൾ വൈകുന്നേരം ആയപ്പോഴായിരുന്നു മേളിലേക്ക് കയറിയത്. ഒത്തിരി ബിസി അല്ലായിരുന്നു കേട്ടോ, അധികം ആൾക്കാരുണ്ടായില്ല. ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് വരുന്ന നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇതിനിടയ്ക്ക് പോട്രി എന്ന് പറഞ്ഞൊരു ടൗണിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്തായിരുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ ദിവസം നമ്മൾ ഐ ലവ് സ്കൈയിൽ വന്നപ്പോൾ നമ്മൾ ക്യാമ്പ് ചെയ്ത സ്ഥലത്തിൻ്റെ അടുത്തുള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു പാലമാണ് കേട്ടോ ഇത്. അപ്പോൾ ലൊക്കേഷൻ്റെ പേര് കാർബോസ്റ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ ഡെയിലി കടന്നു പോയപ്പോൾ ഇവിടെ ഒരുപാട് പേര് ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്ന കണ്ടായിരുന്നു. നമുക്ക് മനസ്സിലായില്ല എല്ലാ സംഭവം. പിന്നെ നമ്മൾ റിസർച്ച് ചെയ്തപ്പോഴാണ് ഗ്ലെൻസ് ലിങ്കച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രസ്റ്റിൻ്റെ അകത്ത് വരുന്ന നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു പാലമാണ് ഈ പാലം എന്ന് മനസ്സിലായത്. എന്തായാലും
നൈറ്റ് ടൈം കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പോയ ടൈമിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കോട്ട്ലൻഡിൽ അതേണ്ട ഇതുപോലെ രാത്രിയൊക്കെ ആവണമെങ്കിൽ ഒരു 10:30 കഴിയണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ടൈം 10:30 കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ മഴയൊക്കെ മാറി വെയിൽ തുടങ്ങിയപ്പോൾ റിഡ്ജസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈച്ച നമ്മളങ്ങ് പൊതിയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സാധനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ചെറുതായിട്ട് കടിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് ആണ് ഈ ഈച്ച നമ്മളിങ്ങനെ പൊതിഞ്ഞ് കഴിയുമ്പോൾ. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് വൈൽഡ് ക്യാമ്പിംഗ് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ക്യാമ്പിംഗ് ബെഡ് വെച്ച് നമുക്ക് കാറിനകത്ത് തന്നെ ഉറങ്ങേണ്ടി വന്നു. അപ്പോൾ നമ്മൾ കാർ ക്യാമ്പിംഗ് ആണ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇനിയും കുറേ സ്കോട്ട്ലൻഡ് വിശേഷങ്ങളുമായിട്ട് അടുത്തടുത്ത വീഡിയോസിൽ കാണുന്നത് വരെ ബൈ.